അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ രാജ്യത്തിന് ഏറ്റവും പ്രധാനമായി ഉണ്ടായിരുന്നത് മതേതരത്വമാണ്. അതേപോലെ തന്നെ ജനാധിപത്യ മൗലികാവകാശ നിയമങ്ങൾ സംരക്ഷിക്കുന്ന ഒരു രാജ്യം. എന്നാൽ വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട്, ഞാനത് വായിക്കാം. ഏപ്രിൽ അവസാനത്തെ ആഴ്ചകളിൽ ഒരു ദിവസം ഉറക്കം ഉണർന്നിരുന്നില്ല ഹസൻ ഷാ. ആ പുലർക്കാലത്താണ് പോലീസ് അയാളുടെ കൂരയിലെത്തുന്നത്. കിടക്കപ്പായിൽ നിന്ന് അയാളെ വലിച്ചേച്ചു കൊണ്ടുപോയി. കൈകൾ കയർ ഉപയോഗിച്ച് കെട്ടി കണ്ണുകൾക്ക് മുകളിൽ മൂടുപടമിട്ടു. പിന്നെ ബംഗ്ലാദേശിലേക്ക് പോകുന്ന ബോട്ടിൽ കയറ്റിവിട്ടു. ഇന്ത്യൻ പോലീസ് തീർത്ത മരണത്തിനും ജീവിതത്തിനുമിടയിലുള്ള കൊടിയ പീഡനത്താലുള്ള നൂൽപാലത്തിലൂടെ കടന്നുപോയ നിമിഷങ്ങളുടെ കഥ പറയുകയാണ് നാടുകടത്തപ്പെട്ട ഗുജറാത്ത് സൂറത്ത് സ്വദേശിയായ ഹസൻ ഷാ. സത്യത്തിൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് US ആസ്ഥാനമായ വാഷിംഗ്ടൺ പോസ്റ്റ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ്. BJP അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ബംഗാളി ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ച് അവരെ റെയ്ഡ് ചെയ്യുകയും അതേപോലെ തന്നെ നാടുകടത്തുകയും ചെയ്യുന്ന അതിഭീകരമായ ഒരു അവസ്ഥാവിശേഷമാണ് നമ്മളുടെ രാജ്യത്തുള്ളത്. നമ്മളുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ആദ്യമായി രേഖപ്പെടുത്തിയ വാചകം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ആർട്ടിക്കിൾസ് കൃത്യമായിട്ട് നൽകുന്നത് ഫ്രീഡം ഓഫ് റിലീജിയൻ, മതപരമായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതേപോലെ തന്നെ ഈ നാട്ടിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ എല്ലാ വിധത്തിലുമുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യത്ത് നിന്നാണ് ബംഗ്ലാദേശിലേക്ക് കൈ കെട്ടിയിട്ട് കണ്ണുകളിൽ മൂടുപടമിട്ട് ഹസൻ ഷായെ നാട് കടത്തുന്നത്. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തുള്ള ചരിത്രമല്ല. ഇന്ത്യയും പാകിസ്ഥാനും വിഭജനം നടന്ന 1947 ആഗസ്റ്റ് 15 നടന്ന ബംഗാളിൽ അരങ്ങേറിയിട്ടുള്ള വർഗീയ ലഹളയുടെ വർഗീയ കലാപത്തിന്റെ റിപ്പോർട്ടല്ല. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നടന്ന നമ്മളുടെ രാജ്യത്ത് നടന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മളുടെ രാജ്യത്തിന് ഒരു പാരമ്പര്യമുണ്ട്. ആ രാജ്യത്തിന്റെ പാരമ്പര്യം മതേതരത്വത്തിലും ജനാധിപത്യത്തിലും അധിഷ്ഠിതമാണ്. ആ പാരമ്പര്യത്തെ കളഞ്ഞുകുളിക്കുന്ന സംഘപരിവാർ ഫാഷിസ്റ്റ് അജണ്ടകളാണ് നമ്മളുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റിലുള്ള ഈ റിപ്പോർട്ട് പുറത്തു കാണിക്കുന്നത് ഏറ്റവും ഭീകരമായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വേട്ടയാണ്. പ്രതികരിക്കൽ അത്യാവശ്യമാണ്, പ്രതിഷേധിക്കൽ അനിവാര്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.